ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ശില്പം ഉണ്ടാക്കണമെന്ന് ഒരു രാജാവ് തീരുമാനിച്ചു. ഇത് രാജാവ് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്തു. ശില്പമല്ല വിഷയം, നമ്മുടെ ജീവിതകാര്യമായി പറയണത് കേട്ടോ. നമ്മൾ വീട് വയ്ക്കുമ്പോഴും ഏത് കാര്യത്തിലും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ആദ്യം നമുക്കൊരു കമ്മിറ്റി രൂപീകരിക്കാം. ആ കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഓരോരുത്തരും വിദഗ്ധാഭിപ്രായങ്ങൾ കേൾക്കാം. ആ കേട്ടിട്ട് അതിനനുസരിച്ച് ശില്പമുണ്ടാക്കാൻ ശില്പിയോട് പറയാം. അന്നത്തെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരോടൊക്കെ സംസാരിച്ചു. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടു, സ്വീകരിച്ചു, എഴുതിയെടുത്തതിന് ശേഷം ഒരു ശില്പിയെ വിളിച്ചു വരുത്തി. ആ ശില്പിയെ വിളിച്ചു വരുത്തിയിട്ട് ഈ അഭിപ്രായങ്ങളൊക്കെ ചേർത്താലും തീരില്ല. പണിതുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും വരുമല്ലോ, എല്ലാവരുടെ അഭിപ്രായത്തിനും വിലയില്ലേ? അങ്ങനെ വിലയുണ്ടാവണമല്ലോ. അപ്പോൾ ഓരോരുത്തർ പറയുന്ന അഭിപ്രായവും ശ്രദ്ധിക്കണം, വേണ്ടുന്നത് നിങ്ങൾ സ്വീകരിക്കണം. പണിതുകൊണ്ടിരിക്കുമ്പോഴേ ഓരോരുത്തർ കാണാൻ വരും. ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് നീങ്ങാൻ നന്നാവും, അനുസരിക്കും. ഈ ആദ്യ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരും ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണും. അവർ പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും നല്ല ശില്പം ആയിരിക്കും. അവർ അഭിപ്രായപ്പെട്ടു. കാരണം ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ ശില്പത്തിൻ്റെ പണി തീർന്നു. ഈ അവസരത്തിൽ ഒഴിവ് കിട്ടിയിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്. ആ മുറിയിലിരുന്നിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ശില്പത്തിൻ്റെ പണിയാണ്. അത് സ്വന്തം ഇഷ്ടപ്രകാരം ആരോടും ചോദിച്ചിരുന്നല്ല, അയാൾക്ക് തോന്നുന്ന പോലെ. ഒടുവിൽ പ്രദർശനത്തിന് ഈ പ്രധാന ചിത്രം വെച്ചപ്പോൾ ആർക്കും ഇഷ്ടമായില്ല. ഇതുപോലൊരു പൊളി ശില്പമില്ല എന്ന് രാജാവ് ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞു. എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് പണിതത്. എന്നാൽ വിശേഷിച്ച് ആരോടും ചോദിക്കാതെ അവനവൻ്റെ മനോഗത അനുസരിച്ചൊരു ശില്പം പണിത് എല്ലാവർക്കും ഇഷ്ടമായി. അത് ലോകപ്രശസ്തം ആയി. ഇതിൽ നിന്ന് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരാളോടും അഭിപ്രായം ചോദിക്കണ്ട എന്നല്ല, ഗുരുക്കന്മാർ വേണ്ടെന്നല്ല. അവർ പറഞ്ഞൊക്കെ കേട്ടിട്ട് അവനവൻ്റെ ഒരു സ്റ്റൈലുകളാണ് ചെയ്യുക. സംസാരിക്കുമ്പോൾ എന്തൊക്കെ കമൻറ്റുകൾ എഴുതുള്ളൂ, ആ കമൻറ്റുകളൊക്കെ കേൾക്കാം. അവനവൻ്റേതായുള്ള ഒരു സ്റ്റൈല് നമ്മൾ ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണം. ആരും ആ സ്റ്റൈലിനെ ആദ്യം പരിഹരിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സ്റ്റൈലാണ് നമുക്ക് എപ്പോഴും യോജിക്കുന്നത്. നമ്മൾ നമ്മുടെ രീതി മാറ്റുക. ഒടുവിൽ എന്താ ഈ രീതി മുഴുവൻ മാറ്റി അവനവൻ്റെ ഒരു സ്റ്റൈലനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അതിനൊരു പ്രത്യേകത വരും. മഹത്തായ ഇതിഹാസങ്ങൾ, രാമായണം എഴുതിയത് വാൽമീകി ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? ഒരർത്ഥത്തിൽ എഴുതും മുമ്പേ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടില്ലേ? ഒരു തവണ ലങ്കയിലെ പൂക്കളെക്കുറിച്ച്
എഴുതിക്കൊണ്ടിരിക്കുക. ഏകനാഥസ്വാമികൾ എന്നൊരാൾ. അവിടുത്തെ പൂക്കൾ നല്ല നീലനിറമുള്ള ഭംഗിയുള്ള പൂക്കൾ എന്നൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെ രാമായണം പറയണോ അവിടെ ഹനുമാൻ പ്രത്യക്ഷപ്പെടും. ഒരാൾ എഴുതുമ്പോഴും വായിക്കുമ്പോഴും ഹനുമാൻ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്ന വാനരൻ വന്നിട്ട് ഇപ്പുറത്തിരിക്കുക എന്നല്ല. ഹനുമാൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരമില്ല. ഈ ഭാവം നമ്മളിൽ വരും. നമ്മൾ വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ അഹങ്കാരം പോവും. ഇതാണ് അർത്ഥം. പിന്നെ കഥാരൂപത്തിൽ പറയാൻ വേണ്ടി പറയാണ് ഇവിടെ ഇരിക്കുന്നൊക്കെ. പക്ഷെ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാനാണ് അവിടെ പോയി. ചുവന്ന നിറമുള്ള പൂക്കളാണ് അവിടെ മുഴുവൻ. അഭിപ്രായ വ്യത്യാസമായി. ശ്രീരാമനോട് ചോദിക്കാൻ പറഞ്ഞു. അദ്ദേഹം തീരുമാനിക്കട്ടെ. ശ്രീരാമൻ്റെ അടുത്ത് എത്തി. ഹനുമാൻ പറഞ്ഞു, അവിടെ മുഴുവൻ ചുവന്ന പൂക്കൾ ഞാൻ കണ്ടതാ. സീത പറഞ്ഞു, അല്ല, നീല നിറമുള്ള പൂക്കളാണല്ലോ അവിടെ. രണ്ടാളിങ്ങനെ കൂടുതൽ കാലം ഉണ്ടായിരുന്നു അവിടെ സീതയെ. ശ്രീരാമൻ വിധി കൽപ്പിച്ചു, നിങ്ങൾ വിചാരിക്കും മാതിരി നിറങ്ങളൊന്നുമില്ല, നിങ്ങളുടെ മനസ്സിൻ്റെ നിറമാണ് അവിടെ കണ്ടത്. രാവണനോടുള്ള വിരോധം കൊണ്ടാണ് ഹനുമാൻ അവിടെ എഴുതിയത്, അവിടെ ഇറങ്ങിയത്. ചുവന്ന കണ്ണുകൾ കൊണ്ട് നോക്കിയപ്പോൾ എല്ലാം ചുവന്ന പൂക്കളായി തോന്നി. ശുഭ്രമായ മനസ്സുകൊണ്ട് നോക്കുന്നവർ അവിടെ കാണുക വെളുത്ത പൂക്കളാണ്. സീതയാകട്ടെ രാമനെ ആലോചിച്ചിരിക്കുന്നുണ്ട്, രാമന്റെ നിറമാണ് കണ്ടത്. ഇതിൻ്റെ അർത്ഥം ഇതുകൊണ്ട് പാരോട് നിറം ചോദിക്കരുതെന്നാണോ? അതല്ല ഇതിൻ്റെ ഗുണപാഠം. എല്ലാവരും പറഞ്ഞതും കേട്ട് ഞാൻ എഴുത്തുകാരനാണ്, എല്ലാവരോടൊക്കെ ചോദിച്ചിട്ട് ആ ചോദിക്കുന്നതിൽ അവസാനം എൻ്റെ ഒരു സ്റ്റൈൽ ആകത്തുകയുണ്ട്. ആ സ്റ്റൈല് നമുക്ക് മാറ്റാൻ കഴിയില്ല. ആ സ്റ്റൈല് അക്സെപ്റ്റ് ചെയ്താൽ രക്ഷപ്പെട്ടു. ഒരു മിമിക്രിക്കാരനോട് പറയാണ്, ഇന്ന ആളെ അനുകരിക്കാൻ പറഞ്ഞപ്പോൾ ശ്രമിച്ചു നോക്കാം, ഒത്താ ഒത്തു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചിരിച്ചു. ഒത്താ ഒത്തു കറക്റ്റാണ്. ഭൂമിയിൽ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഉണ്ട്. അഭിപ്രായങ്ങളൊക്കെ ചോദിക്കാം. സ്റ്റൈല് ആ അടിസ്ഥാനവും നമ്മൾ മാറ്റരുത്. അറിയാലോ, പണ്ട് തലക്കെട്ടും കെട്ടി നടക്കുന്ന ഒരു സാധാരണ നടക്കുന്ന ഒരാൾ വിറക് കച്ചവടക്കാരനാണ്. വിറക് ഗോഡൗണിന് തീ പിടിച്ചു എന്ന് ആരോ പറഞ്ഞു. ആ സമയത്ത് ഇയാളുടെ നടത്തത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ രണ്ടുപേർ ചോദിച്ചു, അതിന് നിങ്ങൾക്ക് ഓടിക്കൂടെ, നടത്തം മാറ്റിക്കൂടെ? ഇയാൾ പറഞ്ഞു, ഞാൻ നടന്ന പോലെയാണ് എൻ്റെ അച്ഛനെ നടന്നിരുന്നത്. അച്ഛൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം നടന്നു അതേമാതിരിയാണ്. കുറച്ച് വിറകിന് തീ പിടിച്ചു എന്ന് വിചാരിച്ചു എൻ്റെ നടത്തം മാറ്റാനൊന്നും പറ്റില്ല. ആ കഥയുടെയും ഗുണപാഠം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. പല ആർട്ടിസ്റ്റുമാരും വിഡ്ഢിത്താണ് കാണിക്കണമെന്ന് നമുക്ക് തോന്നിയിരുന്നാലും ജനങ്ങൾക്ക് പല ഇഷ്ടമായി. അഭിപ്രായം ചോദിക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെയല്ല നടക്കേണ്ടത്, ഇങ്ങനെ നടത്തണം. ഇത് മുഴുവൻ ഒട്ടും കേൾക്കേണ്ടെന്നല്ല, ഇത് സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നാട്ടുകാർ പറഞ്ഞു ഒന്നും കേൾക്കില്ല, അതല്ല ശരി. നാട്ടുകാർ പറഞ്ഞു മുഴുവനെ കേട്ടു, അതിൽ സ്വീകരിക്കേണ്ട എടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്, ഈ സ്റ്റൈല് ഞാൻ മാറ്റില്ല, അതായിരിക്കണം ജീവിതം. അതനുസരിച്ച് പല മാറ്റങ്ങളും വരുത്താം.
ബേസിക്കായിട്ടുള്ളൊരു സ്റ്റൈലാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമ്മളുടെ വാക്കുകൾ, വരികൾ, സംസാരം, ജീവിതമാകുന്ന ശൈലി. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.